എന്നാ ചോറും വേറെ പെണ്ണ് ഹലോ അശ്ല, നീ അങ്ങോട്ട് പോകുന്നേ? പ്രസവിക്കാനോ? അശ്ല രാവിലെ ആയപ്പോ ഒരു പെയിൻ ഒക്കെ ആയിട്ടോ ഇന്നിപ്പോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ പോയി നോക്കട്ടെ എന്താ ബാക്കി എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. അല്ലേ അശ്ല? പിന്നെ എന്തൊരു താല്പര്യക്കുറവ്. താല്പര്യല്ലേ? കൂടെ കൊണ്ടുനടക്കാൻ പറ്റൂലല്ലോ ചെയ്താലും. അത് ശരിയാ. ഓൾമോസ്റ്റ് ഒക്കെ ഡേറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. ഞങ്ങൾ പോണ വഴിക്ക് നല്ല ബ്ലോക്ക് ആയി പോയി വാണിയമ്പലായപ്പോഴേക്കിനും. അപ്പൊ അങ്ങനെ നിന്നപ്പോൾ അത് ഇങ്ങനെ എടുത്ത് കേട്ടോ. ഓക്കെ, നമ്മൾ ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടർ പറഞ്ഞ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ അഡ്മിറ്റ് ആയി. ഇനിയിപ്പോ പെയിനുള്ള മരുന്നൊക്കെ കൊടുത്തു. പെയിൻ ഉണ്ടാവാനുള്ള മരുന്നില്ലേ? പെയിൻ കൂടാനുള്ള മരുന്നൊക്കെ കൊടുത്തു. അപ്പൊ ഇനിയിപ്പോ ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും ചെല്ലാൻ പറഞ്ഞു. കണ്ടിന്യൂസ് പ്രോസസ്. നമ്മള് റൂമൊക്കെ സെറ്റ് ആയിട്ടോ. റൂം സെറ്റ് ആക്ച്വലി പേടിയുണ്ടോ? ചെറുതായിട്ട്. ഇത് പക്ഷെ ഇത് എന്ത് റൂം ആക്ച്വലി? ഫ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഡ്യൂലെക്സ്. നമ്മള് ഡ്യൂലെക്സിലല്ലല്ലോ, നമ്മള് സൂട്ട് റൂമിലാണ് കേട്ടോ നമ്മള് പോകുന്നത്. പക്ഷെ സൂട്ട് ഇതിലേറെ ചെറുതാ അല്ല ആക്ച്വലി? ഇത് പക്ഷെ കുറച്ച് റേറ്റ് കൂടുതലാണ്. പക്ഷെ നമ്മള് ഇവിടെ അല്ല നിക്കുന്നത് ആക്ച്വലി. നമുക്കപ്പോ സൂട്ട് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മള് ഡ്യൂലെക്സിലേക്ക്. നമ്മൾ ഇന്ന് രാത്രി നമ്മൾ തന്നെ ഡ്യൂലെക്സിലേക്ക് മാറും. ഇന്ന് രാത്രി ആകുമ്പോ മാറില്ലേ? എന്താ ശരി, ഒരു ഭയം പോലെ. ദിയാകൃഷ്ണനൊക്കെ പ്രസവിക്കാൻ വരുമ്പോ നല്ല ആവേശത്തോടു കൂടിയായിരുന്നല്ലോ. നിനക്ക് എന്തൊരു ആവേശക്കുറവ്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമ്മള് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി നോക്കട്ടെ. ആഷ്ലിക്ക് ഉച്ചയായപ്പോഴേക്ക് ഒരു ബിരിയാണി കഴിക്കണം ആഗ്രഹം. പിന്നെ നമ്മൾ എന്തായാലും ഇനിയിപ്പോ ലേബർ റൂമിൽ കഴി കഴിഞ്ഞാൽ പിന്നെ അധികം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പൊ നേരെ ഇന്ത്യൻ ബേക്ക് ഹൗസിൽ വന്നിട്ട് അവിടുന്ന് ഒരു ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിച്ചു. ആഷ്ല, ഈ ഇന്ത്യൻ ബേക്കേഴ്സിൽ അവിടുന്ന് വാങ്ങാൻ പറഞ്ഞത് നാളെ വെച്ചിട്ട് ഇഷ്ടപ്പെട്ടു. ചോക്ലേറ്റ് പറ്റൂലല്ലേ? അപ്പൊ നിന്നോട് ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞില്ലേ? ലൈറ്റ് ആയിട്ട് കഴിച്ചോളാം പറഞ്ഞു. ലൈറ്റ് ആയിട്ട് ഒരു ബിരിയാണി കഴിക്കും. നമ്മൾ ഹോസ്പിറ്റലിലാണെങ്കിലും ഉണ്ടല്ലോ, ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകണം. ഇതൊന്നും പക്ഷെ നമ്മുടെ പല വീഡിയോകളിലും ആരും കാണിക്കാറുണ്ടാവില്ല. ഈ എന്താ ഈ പ്രസവ വീഡിയോകളിലൊന്നും ആരും കാണിക്കണം. പക്ഷെ ഇതൊക്കെ ഇതിന്റെ ഭാഗമാട്ടോ. അതൊക്കെ ആഷ്ല, ഒരു ഫ്രിഡ്ജൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ നമ്മുടെ റൂം ഇതല്ലല്ലോ. നമ്മുടെ റൂം ഇതിപ്പോ തൽക്കാലത്തിന് വെച്ചിരിക്കല്ലേ. TV ഉണ്ട്, AC ഉണ്ട്. നമുക്ക് കുറച്ചേരം ഒന്ന് സൂയിക്കാട്ടോ ഇവിടെ. പക്ഷെ കുറച്ചേരം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ എണീറ്റ് പോകേണ്ടി വരും. നമ്മുടെ റൂം അപ്പുറത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ആഷ്ലിന് ലാബ് റൂമിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവര് നമ്മളോട് തുണിയും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ നമ്മള് ഒരു 2-3 വൈറ്റ് തുണി എടുത്തിട്ടുണ്ട്. പിന്നെ ആഷിലിന്റെ ഒരു ജോഡി ഡ്രസ്സ്, പിന്നെ പാഡും. ഇത്രയും നമ്മൾ ആദ്യം തന്നെ മാറ്റി വെക്കണം അല്ലെ? എന്നിട്ട് അപ്പൊ അവര് നമ്മളോട് പെട്ടെന്ന് ആവും ചോദിക്കുക. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടി ആദ്യം നേരത്തെ ഒരു ബാഗിൽ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സമയത്ത് ഓടേണ്ടി വരുന്നില്ല. നമ്മളിതിന് എക്സ്പീരിയൻസ് ആയിപ്പോ. ഇപ്പോൾ നമ്മളിതിന് മുന്നേ ഇതൊക്കെ ചെയ്തതുകൊണ്ട് നമുക്ക് ഇതിനൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ആഷ്ലേ, നീ നടക്കുന്നില്ലേ? നിന്നോട് നടക്കാനാണോ പറഞ്ഞത്? നടക്കാനൊന്നും പറഞ്ഞില്ല. നടക്കാൻ പറഞ്ഞിട്ടില്ലാന്നോ? സ്പെഷ്യൽ ആയിട്ടൊന്നും പറഞ്ഞില്ല. എന്നാലും നടക്കടി. എനിക്ക് വയ്യ. നടക്കാറ്റില്ല. ആഷ്ലി, നടക്കാൻ ഇനി കൊറേ നേരം കൂടി നടക്കണോ? 3 മണിയാകുമ്പോ അടുത്ത ചെല്ലാൻ പറഞ്ഞു. ഇങ്ങനെ നടന്നോണ്ട് ഇന്ന് തീരുമാനാവൂലേ? നിനക്കെന്താ ശുഭാപ്തി വിശ്വാസം ഇല്ലാത്തവര്? ശുഭാപ്തി വിശ്വാസം എന്താ ഇല്ലാത്ത? ഇനിയിപ്പോ എന്താവാനാ ഇതെല്ലാം തന്നത്? അതിലെന്താ ചെയ്തിരിക്കുന്ന? ആഷ്ലിൻ കെ ബെന്നിന്നോ? എന്റെ കൺസൾട്ട് ഡോക്ടർ ഏതാ, OP നമ്പർ, പേര് എന്നെ മാറിപ്പോവാതിരിക്കാനായിരിക്കും. ആഷ്ലി, ഇത് നമ്മൾക്ക് എല്ലാ വർഷവും ഇങ്ങനെ ഒരു ഇതാവണം എന്നുള്ള രീതിയിലായിരിക്കും അല്ലേ? എന്നാ ചോറും വേറെ പെണ്ണ്. അങ്ങനെ അവളെ ലേബർ റൂമിൽ കയറ്റി. നമ്മളിങ്ങനെ കട്ട വെയിറ്റിംഗ് ആയിട്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുക. കുറെ ആൾക്കാരുണ്ട് കേട്ടോ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. എല്ലാവരും ഓരോരോ പ്രതീക്ഷയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മളും അതിന്റെ കൂടെ ഒരു പ്രതീക്ഷയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇവിടെ.
നമ്മളിങ്ങനെ കട്ട വെയിറ്റിംഗ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ആശുള്ള ചാച്ചനും അമ്മയൊക്കെ വന്നു. അപ്പോൾ ലേബർ റൂമിൽ ഇടയ്ക്ക് ഇങ്ങനെ വാതിലിങ്ങനെ തുറക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ വിളിക്കുന്നതെന്നല്ല. റാഹേൽ വരണം എന്ന് പറഞ്ഞ് വീട്ടിൽ കയറ് പൊട്ടിച്ച് നിൽക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ റാഹേലും കുറച്ച് കഴിയുമ്പോൾ വരും. പിന്നെ നമുക്ക് ബാക്കി കാണാമല്ലോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. റാഹേലെ കുഞ്ഞാവിനെ നോക്ക്. റാഹേൽ കുഞ്ഞാവ കുഞ്ഞാവ റാഹേലെ കുഞ്ഞാവിനെ നോക്കിക്കേ. നോക്ക് നോക്ക്. കൊച്ചിന് വാക്സിൻ എടുത്തില്ലെന്നോ? കൊച്ചുണ്ടായപ്പോ BCG എടുത്തു. പിന്നെ അല്ല ഉണ്ടായപ്പോ കൊച്ചുണ്ടായപ്പോ ഹെപ്പറ്റൈറ്റിസിന്റെ വാക്സിൻ എടുത്തു. പിന്നെ BCG എടുത്തു. പിന്നെ കൊച്ചിന്റെ ഇയർ ടെസ്റ്റ് കേൾവി പരിശോധന നടത്തി. ഇനിയിപ്പം ബിൽറൂബിൻ ചെക്ക് ചെയ്യാനുണ്ട്. ബിൽറൂബിൻ ചെക്ക് ചെയ്യാനാ? മഞ്ഞ നിറം ഉണ്ടോ ഇല്ലയോന്ന്. അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോവാനുള്ളതായി അല്ലേ? അതുകൂടെ ചെന്ന് ഇതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം എന്നെ ഡിസ്ചാർജ് ചെയ്തു. കൊച്ചിന്റെ കാര്യം പറയാം. അപ്പൊ അറിയാം. യെസ് ആഷ്ലി ഫസ്റ്റ് ഡേ എപ്പടി ഇരിക്ക? ഫസ്റ്റ് ഡേയോ? കൊച്ചിനെ സൂപ്പർ. എന്റെ മുഖം എന്താ വിളറിയിരിക്കുന്നത്? ഇന്നലെ ഉറങ്ങിയില്ലാന്നേ ഉള്ളൂ. ഇങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ട് ഇവളിങ്ങനെ ആയിട്ട് പാല് വേണം എന്ന് പറഞ്ഞോണ്ടിരിക്കുക. ആണോ? അത് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ? എന്നിട്ട് ഇപ്പൊ കിടന്നുറങ്ങുക. ഇപ്പൊ അവൾക്ക് പാല് കുടിച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂറൊക്കെ ഉറങ്ങാം. രാത്രി ആണെങ്കിൽ 1 മണിക്കൂർ ഉറങ്ങും. വെരി ഇൻട്രസ്റ്റിംഗ് ജോബ്. ഇതുപോലത്തെ നമ്മൾ പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ ജനന രജിസ്ട്രേഷൻ ഫോം ഉണ്ട്, അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് വേണ്ട പോവാൻ. ഇത് വെച്ചിട്ടാണ് പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. നമ്മളിവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ്. ചാച്ചനുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നിംസിനോട് വിടാറില്ല കേട്ടോ. നമ്മൾ 28 ദിവസം നമ്മൾ ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. 28 ദിവസം ഇവിടെ നമ്മൾ എടുക്കണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഹോസ്പിറ്റൽ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.